അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം, പിന്നെ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ പഴം ഇട്ട് കഴിക്കാം. ഞാൻ അതുകൊണ്ടാണ് എല്ലാം വെച്ചേക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് എന്താണെങ്കിലും കഴിക്കാം. അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല രുചിയായിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാനും നല്ലൊരു രുചിയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ടൊമാറ്റോ സോസിൻ്റെ ആ കച്ചപ്പിൻ്റെ മധുരവും കൂടെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഉപ്പുമാവാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ സവാള ചെറിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, കടലപ്പരിപ്പ്, പിന്നെ ഗ്രീൻ പീസ്, പച്ചമുളക്, ഇഞ്ചി കൂടി അരിഞ്ഞത്, നിലക്കടല, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ക്യാരറ്റ് പൊടി അരിഞ്ഞത്. പിന്നെ 2 പച്ചമുളകുണ്ട്, പിന്നെ കുറച്ച് കാഷ്നട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. സ്റ്റെപ്പ് ബൈ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ചട്ടി ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യിടാം. നമുക്ക് അതിലേക്ക് റവ ഇട്ട്, ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തതാണ്. നമുക്ക് റവ ഇട്ടൊന്ന് വറുത്തെടുക്കാം. തീ കുറച്ചിട്ട് വറുക്കണാലും വാങ്ങി പോട്ടാം. മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കാം. നല്ലൊരു ചെറിയൊരു ബ്രൗൺ കളർ വരും. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്, അതിന് നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ റവ 2 തരം റവയുണ്ട്. ഒരു ചെറിയ റവയുണ്ട്, വലിയ റവയുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പാവിന് ശരിക്കും ഉപയോഗിക്കേണ്ടത് ചെറിയ റവയാണ്. വലിയ റവ ഉപയോഗിച്ചാൽ ഇങ്ങനെ കുതിർന്നങ്ങ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുഴുത്ത് തേക്കും. അപ്പോൾ ചെറിയ റവ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഉപ്പാവ് കിട്ടും. അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഓഫീസിൽ കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു ഉപ്പാവ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പാവ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടൊമാറ്റോ സോസും കൂടെ കുറച്ച് ഉപ്പൊക്കെ കൊടുത്തു വിട്ടാൽ മതി കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു. ഒരു 2 മിനിറ്റ് റവ വറുത്താൽ മതി. അപ്പോഴത്തേക്കും റവ റെഡിയാവും. ഇപ്പോൾ നമ്മുടെ റവ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് അല്പം നെയ്യോടെ ഒഴിക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് എണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു അര ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം കടുക് ഇടാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഞങ്ങൾക്ക് പച്ചമുളക്, ഉഴുന്ന് പരിപ്പ്, നിലക്കടല, കടലപ്പരിപ്പ്,
പിന്നെ കുറച്ച് കാഷ്നട്ട്. ഇതൊക്കെ കുറച്ച് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇടാം. ഇഞ്ചി പച്ചമുളകും മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു രണ്ട് കരിയാപ്പില ഇടാം. അപ്പോൾ നമ്മളിതെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് ആദ്യം ഇതൊക്കെ വറുത്ത് വരുന്നതെന്ന് വെച്ചാൽ അത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതൊക്കെ ഒരു 1 മിനിറ്റ് വെച്ചൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ നെയ്യ് വയ്ക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ എന്ത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. നെയ്യുടെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക്. നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ സവാള, കണ്ടോ അത് കണ്ടോ. പയ്യെ ഒന്ന് പച്ചച്ചവി ഒന്ന് മാറാൻ മാത്രമായിട്ട് ഇതൊക്കെ വറുത്തിട്ടുള്ളൂ. 1 മിനിറ്റ് വറുത്താൽ മതി. റവേ അതുപോലെ ഒരു പയ്യ കളർ മാറാൻ മാത്രം. ഒത്തിരി ഇങ്ങനെ ഡാർക്ക് ഇതാവരുത്. ഒരു പയ്യ ചെറിയ ഇതൊന്ന് മാറിയിട്ട് പച്ച കളറൊന്ന് മാറിയിട്ട് ഒരു ചെറിയ ഇത് വരാൻ മതി. ഒരു 2 മിനിറ്റ് വറുത്താൽ മതി. അപ്പോഴത്തേക്ക് അത് നല്ല കളർ വരും. നെയ്യിലുണ്ടാക്കുമായിരിക്കും കൂടുതൽ ടേസ്റ്റ്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ എന്തിനു വേണമെങ്കിലും ഉണ്ടാക്കാം. വളരെ ഇഷ്ടം. പിന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ നെയ്യിലുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ സവാള മൂത്തിട്ടുണ്ട് കേട്ടോ. പയ്യെ കണ്ടോ ഇങ്ങനെ ഇതുപോലെ വരാവേ ഉള്ളൂ. ഒത്തിരി മൂക്കരുത്. പിന്നെ നമുക്ക് ഇതിലേക്കായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കണം ഗ്രീൻ പീസ്. ഇത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വറുക്കാം. 1 മിനിറ്റ് ഒന്ന് പയ്യെ വേവാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് ഇതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അത്ര മതി. പിന്നെ ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വരും. പിന്നെ ക്യാരറ്റ് നല്ല പൊടിയായിട്ട് അരിഞ്ഞാണ് ക്യാരറ്റും ഒരാൾ വരുമ്പോഴത്തേക്കും അതും വരും. പിന്നെ ഇതിൻ്റെ കൊടുത്ത് ക്യാപ്സിക്കം ഒക്കെ വേണമെങ്കിൽ ഇടാം. ബീൻസ്, ക്യാപ്സിക്കം ഒക്കെ ഇടാം. ഇതൊക്കെ വെന്തു. ക്യാരറ്റ് ഇതൊക്കെ വെന്തു. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിന് ഈ കപ്പിലാണ് ഞാൻ പൊടി അളന്നത്. റവ എടുക്കുക. അപ്പോൾ ഇതിൽ 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം അങ്ങനെ കണക്കിൽ വേണം കേട്ടോ ഒഴിക്കാൻ. ഇതിപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ.
ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്, വെള്ളം ഇട്ടിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് ശരിക്കും തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റ് വേണ്ട, അപ്പോഴത്തേക്കും തിളച്ചോളും. ചൂടുവെള്ളം അല്ലേ ഒഴിച്ച് പെട്ടെന്ന് തിളയ്ക്കും. നമുക്ക് ഇതിലേക്ക് തീ കുറച്ച് വയ്ക്കാം. തീ സിമ്മിലിടണം കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്കിതൊന്നും ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചാൽ റവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. റവ ഇടുമ്പോൾ എന്നാലും എല്ലായിടത്തും ആവുള്ളൂ. തീ സിമ്മിലിട്ടിട്ട് വേണം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചാൽ ക്യാരറ്റ്, ബീൻസ്, പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കണ ഈ കാഷ്യൂനട്ട്, പിന്നെ നിലക്കടല, പിന്നെ ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, ഇതെല്ലാം കൂടെ നമുക്കിടാം. നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഉപ്പ് റെഡി ആയിട്ടില്ല. നമുക്കൊന്ന് ഇളക്കി ഇടാം കേട്ടോ. ഉണ്ടാവും എന്ത് കളർഫുള്ളാന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയി കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഭയങ്കര ടേസ്റ്റുള്ള ഉപ്പുമാവാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉച്ചത്തേക്ക് ഓഫീസിൽ കൊണ്ടുപോകാനോ നമുക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റോ ഇതിപ്പോൾ ഡിന്നറായിട്ടാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം പറയണം. താങ്ക് യു. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. പിന്നെ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ പഴം ഇട്ട് കഴിക്കാം. ഞാൻ അതുകൊണ്ടാണ് എല്ലാം വെച്ചേക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് എന്താണെങ്കിലും കഴിക്കാം. അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല രുചിയായിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാനും നല്ലൊരു രുചിയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ടൊമാറ്റോ സോസിൻ്റെ ആ കച്ചപ്പിൻ്റെ മധുരവും കൂടെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ.